അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കതീറ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله ഫഖദ് ഫാസ ഫൗസൻ അദീമ. സ്നേഹധനരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇങ്ങനെ ഒരു ഒഴിവു ദിവസം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുവാൻ മഹാസൗഭാഗ്യം ലഭിച്ച ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അള്ളാഹു ഇത് നമ്മിൽ നിന്നും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന അത്ര സമാധാനവും സുരക്ഷിത ബോധവും മറ്റൊരു സമുദായവും അനുഭവിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴാണ് നമ്മളൊക്കെ എത്ര വലിയ അനുഗ്രഹീതരാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുകയുള്ളൂ. കാരണം നമ്മളെല്ലാം അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. എന്നാൽ പലപ്പോഴും വിശ്വസിക്കേണ്ട മുറപ്രകാരം വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ആ വിശ്വാസത്തിൻ്റെ ആസ്വാദനം നമുക്ക് ലഭിക്കാതെ പോയവരും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അള്ളാഹുവിനെ അറിയേണ്ട മുറപ്രകാരം അറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ ഒരു സമാധാനവും അതുപോലെ തന്നെ വലിയൊരു ആസ്വാദനവും അതിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്ന തിരിച്ചറിവാണ് നമുക്ക് ആദ്യമേ ഉണ്ടാകേണ്ടത്. നമ്മൾ ആലോചിച്ച് നോക്കണം, ചെറിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴേക്കിനും മാനസികമായി വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് നമ്മളിൽ പല ആളുകളും. ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ജീവനൊടുക്കുന്ന ആളുകൾ വരെ പലപ്പോഴും വിദ്യാർത്ഥികളുടെ കൂട്ടത്തിലും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ കൂട്ടത്തിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതിനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് അന്വേഷിക്കാൻ തുനിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹു ആരാണ് എന്ന തിരിച്ചറിവില്ലായ്മയും അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനു വേണ്ടിയാണ് നമ്മെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് എന്ന തിരിച്ചറിവില്ലായ്മയുമാണ് എന്ന കാര്യമാണ് അതിലൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുക. വിശുദ്ധ ഖുർആനിലെ 1-ാം അധ്യായം സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹ തുടങ്ങുന്നത് തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് തുടങ്ങുന്നത്? ആർക്കും അറിയില്ല. റബ്ബേ, സൂറത്തുൽ ഫാത്തിഹ എങ്ങനെയാണ് തുടങ്ങേണ്ടത്? ഒന്നെല്ലാവരും ഒന്ന് പറഞ്ഞാൽ കേൾക്കട്ടെ. നിങ്ങളെല്ലാവരും ഒന്ന് എണീറ്റിക്കുമോ? ജസ്റ്റ് എന്താണെന്നറിയില്ല, ചോറ് കഴിച്ചതിൻ്റെ ക്ഷീണം നല്ല ഉണ്ട് തോന്നുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് പാട്ടും കൂടി കേട്ടപ്പോൾ ആ ചോറിൻ്റെ അതും പാട്ടടി ഇതെല്ലാം കൂടി ഇട്ടുണ്ട്. എന്നാൽ ഇരിക്കും. സൂറത്തുൽ ഫാത്തിഹ എങ്ങനെയാണ് തുടങ്ങേണ്ടത്? ബിസ്മില്ലാഹി റഹ്മാനി. എല്ലാവരും കൂടി ഒന്നിച്ചൊന്ന് ചൊല്ലിക്കണി കേൾക്കട്ടെ. എന്താണ് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു എന്നാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൊട്ടടുത്ത ആയത്തിൽ വീണ്ടും പറയുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് കഴിഞ്ഞ് 3-ാമത്തെ ആയത്തിൽ വീണ്ടും പറയുന്നു അർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായവനാണവൻ എന്നാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത്. അള്ളാഹു കാരുണ്യവാനാണ് എന്ന് നമുക്ക്
തോന്നിയിട്ടുണ്ടോ എന്നതല്ല എൻ്റെ ചോദ്യം. അള്ളാഹ്ക്ക് കാരുണ്യമില്ല എന്ന് നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്നുള്ളത് അള്ളാഹുവിനെ പലപ്പോഴും നമ്മൾ കേൾക്കുന്നതും മനസ്സിലാക്കുന്നതുമൊക്കെ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളിലൂടെയാണ്. അള്ളാഹുവിനെ നമ്മൾ പലപ്പോഴും കേൾക്കുന്നതും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളിലൂടെയാണ്. അതിലൂടെ ഉണ്ടാകുന്ന വലിയ ദുരന്തം എന്തെന്ന് വെച്ചാൽ അള്ളാഹുവിനെ മനസ്സിലാവുകയില്ല എന്നു മാത്രമല്ല, അള്ളാഹുവിനോട് കൂടുതൽ വെറുപ്പുണ്ടാകുന്ന സാഹചര്യം കൂടി ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മെ സൃഷ്ടിച്ച നമ്മുടെ നാഥൻ, നമ്മെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബ് അങ്ങേയറ്റം കരുണ ചെയ്യുന്നവനാണ് എന്നാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത്. അർ റഹ്മാൻ എന്നാണ് പറഞ്ഞത്. അറബി ഭാഷയിൽ അർ റഹ്മാൻ എന്ന പദപ്രയോഗത്തെ ദു റഹ്മത്തിൻ വാസിഅത്തിൻ എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണുന്നത്. ദു റഹ്മത്തിൻ വാസിഅത്തിൻ എന്ന് പറഞ്ഞാൽ അതിവിശാലമായ നിലക്ക് റഹ്മത്ത് ചെയ്യുന്നവൻ, കാരുണ്യം ചെയ്യുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ പല കാര്യങ്ങളും കടന്നു വരാറുണ്ട്. അള്ളാഹുവിന് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ പല കാര്യങ്ങളും കടന്നു വരാറുണ്ട്. നമ്മുടെ ഉപ്പയ്ക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ പല കാര്യങ്ങളും കടന്നു വരാറുണ്ട്. ഉമ്മയ്ക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. ഉമ്മയ്ക്ക് അതല്ലെങ്കിൽ ഉപ്പയ്ക്ക് ഇഷ്ടമില്ലാത്തതായ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ എന്തായിരിക്കും? ആ സമയത്ത് നമ്മുടെ ഉപ്പ നമ്മുടെ അടുക്കലേക്ക് കയറി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ ആരൊന്നും പറയണില്ല. ഇനി ആ ഉപ്പയുടെ അവസ്ഥ, ആ ഉപ്പ നമ്മെ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയാ? സ്വാഭാവികമാണ് നമ്മുടെ ദേഷ്യം പിടിക്കും. ഞാൻ പറഞ്ഞത് എന്താ നിനക്ക് മനസ്സിലാണില്ലെന്ന് ചോദിക്കും. ചിലപ്പോൾ ശകാരിച്ചെന്ന് വരും. നല്ല ദേഷ്യമൊക്കെയുള്ള ഉപ്പമാരുടെ കൂട്ടത്തിൽ പെട്ട ആളുകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടി കിട്ടിയെന്നും വരും. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനായിരിക്കെ നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വായു മുതൽക്ക് കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം മുതൽക്ക് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ഈ ഭൂമിയിലെ ഓരോ സാഹചര്യങ്ങൾ മുതൽക്ക് എല്ലാം ഉടമപ്പെടുത്തുന്നവനാണ് നമ്മുടെ റബ്ബെന്നിരിക്കെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് പലതും നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരുന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ പോലും നമ്മെ ആ നിലക്ക് ഒരു പിടികൂടുന്ന സാഹചര്യം ഉണ്ടായില്ല എന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലത തന്നെയാണ്. കാരണം എന്താണെന്നറിയോ? നമ്മൾ ചെയ്ത തിന്മയുടെ, നമ്മൾ ചെയ്യുന്ന തെറ്റിൻ്റെ കാരണമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലുള്ളവരെ ശിക്ഷിക്കുവാൻ തുനിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഭൂമിയിൽ ആരും ബാക്കിയുണ്ടാവില്ല എന്നാണ്. ആരും ബാക്കിയുണ്ടാവില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മോട് നമ്മുടെ ശ്വസന പ്രക്രിയ സ്വയം ചെയ്യണമെന്ന് അള്ളാഹ് പറഞ്ഞ എന്തേക്കാണ് നമ്മളെ അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് എപ്പോഴെങ്കിലും ഒന്ന് ശ്വസിക്കേണ്ടതൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. ശ്വാസം തന്നെ കിട്ടൂല. കുറച്ചു നേരം ആലോചിച്ച് നിന്നാൽ ശ്വസിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ ശ്വാസം പോലെ നമുക്ക് കിട്ടൂല. ആ ശ്വസന പ്രക്രിയ നിങ്ങൾ ചെയ്യണം എന്ന് അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു നമ്മുടെ അവസ്ഥ? നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ആസ്വദിച്ചു കൊണ്ടൊന്ന് കാണാനോ കേൾക്കാനോ അനുഭവിക്കുവാനോ കഴിയുമായിരുന്നോ? നമ്മുടെ ആന്തരിക അവയവങ്ങൾ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ സുന്ദരമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതെങ്ങാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നീ തന്നെയാണ് അത് പ്രവർത്തിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞ് നമ്മളെ ഏൽപ്പിച്ചിരുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആസ്വാദനം ആസ്വദിക്കുവാനുള്ള അവസരം നമുക്ക് ലഭിക്കുമായിരുന്നോ? ആലോചിച്ച് നോക്കുക. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇൻ തഅദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹ, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ ശ്രമിച്ചാൽ ലാ തുഹ്സുഹ, അതിനെ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്തപ്പെടാൻ സാധിക്കുകയില്ല എന്നതാണ്. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ചില മനുഷ്യന്മാർ പറയും, എന്താ പറയുന്നത് അറിയോ? ചില മനുഷ്യന്മാർ പറയേണ്ട അള്ളാഹ് ഇല്ല എന്ന് പറയും, ലോകം താനെ ഉണ്ടായതാണെന്ന് പറയും. ആ മനുഷ്യനോട് തന്നെ ചോദിച്ചാൽ ഒരു മുട്ടുസൂചി താനെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുണ്ടാവില്ല എന്ന് പറയും. ഒരിക്കൽ മഹാനായ അബൂ ഹനീഫ റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും, യുക്തിവാദികളായ കുറേ ആളുകൾ അബൂ ഹനീഫ റഹിമഹുല്ലയുമായി കൊണ്ട് സംവാദത്തിന് ഏർപ്പെട്ടു. അപ്പോൾ സംവാദത്തിന് ഇന്ന സമയത്ത് എത്താമെന്ന് അബൂ ഹനീഫ റഹിമഹുല്ല പറഞ്ഞു. പക്ഷേ
പറഞ്ഞ സമയത്ത് അദ്ദേഹം എത്തിയില്ല. കുറേ സമയം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം എത്തുന്നത്. ആ എത്തുന്ന സമയത്ത് അദ്ദേഹത്തോട് അവിടെ ഉണ്ടായിരുന്ന യുക്തിവാദികൾ ചോദിച്ചു, അതല്ല, നിങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പരാജയപ്പെടുമെന്ന പേടിയുണ്ടായത് കൊണ്ടല്ലേ നിങ്ങൾ വരാൻ നേരം വൈകിയത് എന്ന് ചോദിച്ചപ്പോൾ അബൂ ഹനീഫ റഹിമഹുല്ലാ പറഞ്ഞു, അല്ല, ഞാൻ വീട്ടിൽ നിന്നിട്ട് ഇറങ്ങുമ്പോൾ പെട്ടെന്നൊരു മഴയുണ്ട് പെയ്തു. ആ മഴയുണ്ട് പെയ്തിട്ട് മഴയിലെ വെള്ളം ഒന്നാകെ ഒലിച്ചു പോകാൻ തുടങ്ങി. വീടിൻ്റെ മുമ്പിൽ ഒരു നദിയുണ്ടായി. ആ നദിയുണ്ടായ സമയത്താണ് പെട്ടെന്ന് അവിടെ ഒരു ചെടി ഇങ്ങനെ മുളച്ചു വരുന്നത് ഞാൻ കണ്ടു. ആ ചെടി എങ്ങനെ താനെ വളർന്നു വന്ന് വലിയ മരമായി. ആ മരം അതിലെ ഇലകൾ മുഴുവനും കൊഴിച്ചു കളഞ്ഞു. അത് ഉണങ്ങി, അത് താനെ വീണു. താനെ വീണതിന് ശേഷം അത് താനെ ഒരു കപ്പലായി മാറി, അതായത് തോണിയായി മാറി. ഞാൻ ആ തോണിയിൽ കയറി. ആ തോണിയിൽ കയറിയപ്പോൾ ആ തോണി നേരെ അത് സഞ്ചരിച്ച് എന്നെ ഇക്കരെ കടത്തി. ഞാൻ അവിടെ നിന്ന് ഞാനിങ്ങനെ നടന്നു വന്നപ്പോഴേക്കിന് കുറച്ച് നേരം വൈകിയതാന്ന് പറഞ്ഞു. വലിയ ആൾക്കാരാണ് എന്ത് മണ്ടത്തരങ്ങൾ പറയേണ്ടത്. മഴ അങ്ങോട്ട് പെയ്യുക, പുഴ അങ്ങോട്ട് ഉണ്ടാകുക, ഒരു മരം ഇങ്ങനെ മുളച്ചു വരിക. ആ മുളച്ചു വന്ന മരം താനെന്താകുക, അവിടെ മറിഞ്ഞ് വീണിട്ട് താനെ തോണിയാകുക. ആ തോണിയിൽ ആരും തുഴയാനൊന്നും ഇല്ലാതെ കയറിയിരിക്കുമ്പോൾ തോണി എങ്ങനെ നേരിട്ട് പോരുക. എന്താപ്പോൾ നിങ്ങൾ ഈ പറയേണ്ടതെന്നാണ്. അപ്പോഴാണ് അബൂ ഹനീഫ റഹിമഹുല്ലാ തിരിച്ചു ചോദിച്ചു, അല്ല മനുഷ്യ, ഒരു തോണിയൊന്നും താനുണ്ടാവില്ലാണ്ട് ഈ ഭൂമിയും ആകാശമൊക്കെ താനുണ്ടാകുക എന്ന് പറയുന്നതിലെ യുക്തി എന്താണ്? അതിലെ യുക്തി എന്താണെന്നാണ്. ഒരു മുട്ടുസൂചി പോലും താനെ ഉണ്ടാവുകയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകൾ പറയുന്നു, ഈ പ്രപഞ്ചത്തിനൊരു ദൈവമില്ല, ഈ പ്രപഞ്ചത്തിൽ നമുക്ക് തോന്നിയ രൂപത്തിൽ ജീവിക്കാമെന്ന് പറയുന്നു. അവർക്കുള്ള എത്ര ടെൻഷനും അവർക്കുള്ള അത്ര പ്രയാസവും ലോകത്ത് വേറെ ആർക്കുള്ളത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പ്രാർത്ഥിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ. കാരണം എന്താ? നമ്മുടെ റബ്ബ് നമ്മോട് പറഞ്ഞത് ഉദ്ഉനി അസ്തജിബ് ലക്കും, ഉദ്ഉനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവിൻ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്ന് തഹജ്ജുദിന്റെ സമയത്ത് എണീറ്റ് നിന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ തീരാവുന്ന പ്രശ്നം നമ്മളെ ജീവിതത്തിലുള്ളൂ. അതേക്കാൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എന്താ? നമ്മുടെ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അവന് കഴിയാത്തതായി കൊണ്ടൊന്നുമില്ല. നിങ്ങൾക്കറിയോ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഇമാം ബുഖാരി റഹിമഹുല്ലാ. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹം അന്ധനായിട്ടാണ് ജനിച്ചത്. രണ്ട് കണ്ണുമില്ലാത്ത ആളായിക്കൊണ്ടാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഉമ്മ പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ കണ്ണ് തിരിച്ചു കിട്ടി എന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചിട്ട് കണ്ണ് തിരിച്ചു കിട്ടിയ സാഹചര്യം ഇത് ഹദീസുകളിൽ അതുപോലെ തന്നെ മറ്റൊക്കെ നമുക്ക് ചരിത്രങ്ങളിലൊക്കെ കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അവിടെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം എന്ത് ചോദിച്ചാലും തരാൻ പറ്റുന്ന ഒരു റബ്ബുണ്ട് എന്ന ഒരു വിശ്വാസം, ആ വിശ്വാസം നമുക്ക് നൽകുന്ന വലിയൊരു സമാധാനം. അവിടെയാണ് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ മറ്റു ചില ആളുകൾ ഈ റബ്ബിനെയും വിട്ട്, എല്ലാത്തിനും കഴിവുള്ള റബ്ബിനെയും വിട്ട് നമ്മളെപ്പോലെയുള്ള മനുഷ്യരുടെ പിന്നാലെ പോകുന്നു. അതല്ലെങ്കിൽ നമ്മളെപ്പോലെ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് കുറച്ച് ബുദ്ധിയും കൂടി ഇല്ലാത്ത മനുഷ്യന്മാരൊക്കെ ഇത്തലേ പോകേണ്ടത്. ആയ കാലത്ത് നിസ്കരിക്കാത്ത, നോമ്പ് നോൽക്കാത്ത, അതുപോലെ തന്നെ മാന്യമായൊന്ന് വസ്ത്രം ധരിക്കാത്ത, മാന്യമായ രൂപത്തിലൊന്ന് മനുഷ്യനുമായി കൊണ്ട് ഇടപെടാൻ പോലും കഴിയാതെ പോയിരുന്ന ആളുകളാണ്. അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ പിന്നാലെ പോവുകയാണ്. അവർ സഹായിക്കും, അവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്, അവരാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളും. നമ്മൾ ആലോചിച്ച് നോക്കണം, എത്ര വലിയ വിഡ്ഢിത്തമാണത്. മാത്രവുമല്ല, ഏറ്റവും വലിയ അക്രമമാണ് അള്ളാഹു അല്ലാത്തവരിലേക്ക് ഇബാദത്തുകളെ നമ്മൾ തിരിക്കുക എന്നുള്ളത്. കാരണം നമുക്ക് വേണ്ട എല്ലാ സാഹചര്യങ്ങളും അള്ളാഹു ഒരുക്കി തന്നു. നേരത്തെ പറഞ്ഞതുപോലെ കുടിക്കുവാൻ ആവശ്യമായ വെള്ളം, ശ്വസിക്കുവാൻ ആവശ്യമായ വായു, ഭക്ഷിക്കുവാൻ ആവശ്യമായ ഭക്ഷണം. ഒരു തുള്ളി ആകാശത്ത് നിന്നും മഴ പെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ഇന്ന് ഒന്നിനും കഴിയാത്ത അവസ്ഥ ഉണ്ടാകുക. ലോകം വലിയ ടെക്നോളജികളുമായി മുന്നോട്ട് പോയപ്പോഴും കാർമേഘത്തിൻ്റെ ഉള്ളിൽ നിന്നും മഴ വർഷിപ്പിക്കാൻ ഇതുവരെ എന്തായിട്ടില്ല, ടെക്നോളജിക്കൊന്നും കഴിഞ്ഞിട്ടില്ല. മനുഷ്യന് ആവശ്യമുള്ള അത്ര കണ്ട് വെള്ളം ആകാശത്തുനിന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. കടലിൽ നിന്ന് നിറയെ വെള്ളമുണ്ട്, അതേ സമയത്ത് മഴ പെയ്തിട്ടില്ല എങ്കിൽ കൃഷി നശിച്ചു പോകുന്നു. കടലിലെ വെള്ളം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എത്ര കണ്ട് നമുക്കിവിടെ ജീവൻ നിലനിർത്താൻ കഴിയും? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹ് നമ്മളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നില്ലയോ?
അതിനെ ആ മഴമേഘങ്ങളിൽ നിന്നും അവതരിപ്പിച്ചത് ഞാനാണോ അതല്ല നിങ്ങളാണോ? അവിടെയാണ് ചോദ്യം. അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി എന്നാണ് ചോദിച്ചത്. അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി, നിങ്ങളാണോ? അം നഹ്നുൽ മുൻസിലൂൻ, അതല്ല നമ്മളാണോ അതിനെ ആ മഴമേഘങ്ങളിൽ നിന്ന് ഇറക്കിയത്? ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ, നമ്മൾ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ വളരെ ദുസ്വാദുള്ള ഉപ്പ് രുചിയാക്കി മാറ്റുവാൻ നമുക്ക് കഴിയുമായിരുന്നു. എന്തേ നിങ്ങൾ നന്ദി കാണിക്കാത്തത് എന്ന് മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്ക് ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ചെയ്തു തന്നിട്ട് ആ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെക്കാൾ വലിയ അക്രമികൾ ലോകത്താരും ഉണ്ടാവുകയില്ല എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അതിലേറ്റവും വലിയ അക്രമി എന്നത് അള്ളാഹുവിനെ മാറ്റി നിർത്തി മറ്റുള്ള ആരാധ്യന്മാരുടെ അടുക്കലേക്ക് പോകുക എന്നതു തന്നെയാണ്. പ്രാർത്ഥനക്കർഹനായിക്കൊണ്ട് അള്ളാഹു മാത്രമാണുള്ളത്, ആരാധനക്കർഹനായിക്കൊണ്ട് അള്ളാഹു മാത്രമാണുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഭരമേൽപ്പിക്കുവാനുള്ളത് അള്ളാഹു മാത്രമാണ്. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും തന്നെ ഇതൊന്നും ഏറ്റെടുക്കാൻ കഴിയില്ല. കാരണം അള്ളാഹിന്റെ പ്രത്യേകത എന്താണ്? വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ആയത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആയത്തുൽ കുർസിയെ കുറിച്ചാണ്. അതിൽ അള്ളാഹ് പറഞ്ഞത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അള്ളാഹ്ക്ക് മാത്രമുള്ള വിശേഷണമാണത്. ഹയ്യാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഹയ്യാണ് എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിക്കുന്നവനാണ്. ബാക്കിയുള്ളവർക്കൊക്കെ മരണമുണ്ട്, എല്ലാവർക്കും മരണമുണ്ട്. ഈ ദുനിയാവിൽ ആരെങ്കിലും എന്നുമെന്നും ജീവിക്കുമായിരുന്നെങ്കിൽ അത് മുഹമ്മദ് നബി ആകണമായിരുന്നു എന്നാണ്. വലൗ കാനത്തി ദുനിയ യദൂമു ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദ എന്നൊരു അറബി കവി പറഞ്ഞത് കാണാൻ പറ്റും. പക്ഷേ ആ മുഹമ്മദ് നബിയും ഇവിടെ നിന്നു മരിച്ചുപോയി എന്നതുകൊണ്ട് മരണത്തെ ആസ്വദിക്കേണ്ടവർ തന്നെയാണ് നമ്മൾ. ഈ സെഷന്റെ തൊട്ടു മുമ്പത്തെ സെഷനുകളിൽ പരലോകവും പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടതാണ്. ഞാനത് ആ ഭാഗത്തേക്ക് കടക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞു വന്നത്, എന്നെന്നും ജീവിക്കുന്ന റബ്ബ്, ലാ തഅഖുദുഹു സിനതും വലാ നൗം, ഒരിക്കൽ പോലും ഒരു ഉറക്കമോ മയക്കമോ ഒന്നും ബാധിക്കാത്ത ആ റബ്ബ്, ആ റബ്ബാണ് നമ്മുടെ റബ്ബ് എന്നതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഏത് മൂലയിൽ നിന്നും ആര് ഏത് ഭാഷയിലും എങ്ങനെ വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും അതിനൊക്കെ ഉത്തരം ചെയ്യുവാൻ കഴിവുള്ളവൻ. റസൂൽ റസൂല് പഠിപ്പിച്ചത് ലോകത്തുള്ള മുഴുവൻ ആളുകളും വ്യത്യസ്ത ഭാഷകളിൽ വ്യത്യസ്ത ദേശങ്ങളിൽ നിന്നുകൊണ്ട് ഒരേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാര്യങ്ങൾ ചോദിച്ചാലും ആ ചോദിച്ച ആളുകളുടെ മുഴുവൻ ചോദ്യങ്ങളെ തിരിച്ചറിയുകയും അവർക്കെല്ലാം വേണ്ടത് നൽകുവാൻ കഴിവുള്ളവനുമാകുന്നു നമ്മുടെ റബ്ബ് എന്ന് പറയുമ്പോൾ, ആ ഒരു വിശ്വാസമുള്ള നമ്മെക്കാൾ സമാധാനമുള്ള ആരാണ് ലോകത്തുള്ളത് എന്നതാണ് ഞാൻ തുടക്കത്തിലും ചോദിച്ചത്, അവസാനമായിട്ടും എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹം, ആ അനുഗ്രഹത്തെ നമ്മൾ തിരിച്ചറിയണം. റബ്ബ് കാരുണ്യവാനാണ്. ഇനിയും കൂടുതൽ നമുക്ക് കാരുണ്യം ലഭിക്കണമെങ്കിൽ ലഭിച്ച കാരുണ്യത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് കാണാം, ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. ലഇൻ ശകർതും, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ, അഥവാ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ അതിനെ ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മേഖലയിൽ നമ്മൾ ചെലവഴിക്കുകയാണെങ്കിൽ ലഅസീദന്നകും, ഇനിയും നിങ്ങൾക്ക് നന്ദി ചെയ്യുവാനുള്ള അവസരങ്ങളെ നാം വർദ്ധിപ്പിച്ചു നൽകും. വലഇൻ കഫർതും, അതല്ല നന്ദികേടാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക, ഇന്ന അദാബി ലശദീദ്, എൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് അതികഠിനമായിരിക്കുമെന്ന താക്കീതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. നമ്മൾ വളരെ നിസ്സാരന്മാരാണ്. അതുകൊണ്ട് തന്നെ ആ നിസ്സാരന്മാരായ നമ്മുടെ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വെറും നിസ്സാര പ്രശ്നമാണ്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇദാ അറാദല്ലാഹു ശൈഅൻ അൻ യകൂന ലഹു കുൻ ഫയകുൻ, ഒരു കാര്യം അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, അത് ഉണ്ടാകണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, കുൻ എന്ന് അള്ളാഹ് പറഞ്ഞാൽ ഫയകുൻ, അത് ഉണ്ടായി കഴിയുമെന്നിരിക്കെ ആ റബ്ബിനോടായിരിക്കണം നമ്മളെല്ലാം ചോദിക്കേണ്ടത്. അത് നമുക്ക് ലഭിക്കൽ ഖൈറാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് ദുനിയാവിൽ വെച്ച് തന്നെ നൽകും. അതല്ല, ദുനിയാവിൽ വെച്ച് നമ്മൾ ചോദിച്ച കാര്യം നമുക്ക് കിട്ടൽ ഖൈറല്ല എങ്കിൽ
ആ ചോദിച്ചതിനുള്ള പ്രതിഫലം നാളെ പിറ്റേന്ന് വരാനിരിക്കുന്ന പരലോകത്ത് നമ്മളാരും നമുക്കാർക്കും കണക്കാക്കാൻ കഴിയാത്ത രൂപത്തിൽ അതിവിശാലമായ നിലക്ക് പ്രതിഫലമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തിരിച്ചു തരിക തന്നെ ചെയ്യുമെന്ന തിരിച്ചറിവാണ് നമ്മുടെ റബ്ബിനെ കുറിച്ച് നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ തിരിച്ചറിവ്. അതുകൊണ്ട് ആ റബ്ബിൻ്റെ മാർഗത്തിലായിക്കൊണ്ട് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകുക, റബ്ബിൻ്റെ ഇഷ്ടങ്ങളെ നമ്മൾ മനസ്സിലാക്കുക, റബ്ബിൻ്റെ ദേശത്തെ നമ്മൾ തിരിച്ചറിയുക, ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും അനിഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുകയും ചെയ്യുക. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.